ഹായ് നമസ്കാരം, ഷാഹിറാണ്. 2-ാം തീയതിയുടെ പ്രത്യേകം അറിയാമല്ലോ. കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ SWS സിംഗിൾ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ +1 പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാരുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റാണ്. ട്രയൽ കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻ്റാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ SSLCയിൽ ഫുൾ A+ വാങ്ങിയ 90% മേൽപോട്ടേക്ക് വാങ്ങിയ കുട്ടികൾ PM ഫൗണ്ടേഷൻ്റെ ടാലൻറ്റ് സെർച്ച് എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ SSLC കഴിഞ്ഞ ആൾക്കാർ, 15 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കാനും കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നാളെ മുതലുള്ള ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക. മീൻസ് തിങ്കളാഴ്ച മുതൽ, നാളെ ഞായറാഴ്ചയാണല്ലോ, തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഉപയോഗപ്പെടുത്തുക. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ ടോക്കൺ ഉറപ്പുവരുത്തുക, ആധാർ കാർഡ് പുതുക്കുക. അതോടൊപ്പം തന്നെ ഫൗണ്ടേഷൻ്റെ എക്സാമിനേഷൻ രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ തീരുമാനമാക്കുക. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ള കാര്യം നോക്കാനും കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാനും നിങ്ങൾ നോക്കുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളും അക്ഷയ സെൻറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ്? കാസ്റ്റ്, നോൺ ക്രീം ലെയർ, വരുമാന സർട്ടിഫിക്കറ്റ്. ഓക്കെ, പിന്നെ ജനറൽ കാസ്റ്റ് ആണെങ്കിൽ SWS സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അക്ഷയ സെൻറ്ററിലേക്ക് പോകുമ്പോൾ തന്നെ കയ്യിൽ കരുതുക. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിനൊക്കെ കോമൺ ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ആധാർ കാർഡ്, SSLC മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ SSLC ബുക്ക്, പിന്നെ അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇനി SC/ST വിഭാഗക്കാരാണെങ്കിൽ നിർബന്ധമാണ് രക്ഷിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും വേണം. അതോടൊപ്പം തന്നെ SC/ST പ്രൊമോട്ടേഴ്സിൻ്റെ ലെറ്ററും കൂടി വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങളെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി കിട്ടുന്നതായിരിക്കും. അതും കൂടി ഒന്ന് എക്സ്ട്രാ കയ്യിൽ കരുതുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്രയും വേഗം ചെയ്തു തരാൻ എല്ലാ അക്ഷയക്കാരും മുഴുവൻ കാര്യങ്ങളും തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങളാണ് എത്തേണ്ടത്, നിങ്ങൾ മാത്രമാണ് എത്തേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സമയം പാഴാക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക. SSLCയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ 5 വർഷത്തേക്കുള്ള അഥവാ +2 ഡിഗ്രി പഠനം മുഴുവനായിട്ടും കവറപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള സ്കോളർഷിപ്പ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.